വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ് പറയുന്നത്. കണ്ടാലും കണ്ടാലും. അത് തുടങ്ങുമ്പോൾ തന്നെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ സെന്റൻസ് എന്താണ്? കണ്ടാലും. അപ്പോൾ യോഹന്നാൻ നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, കാണണം. കണ്ടാലും എന്ന് പറയുമ്പോൾ ഞാൻ ദൈവ മക്കളായത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണണം. നമ്മെ ദൈവ മക്കളാക്കി മാറ്റുവാൻ ദൈവം കാണിച്ച ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നാം കാണണം. കാണേണ്ടതിനെ കാണുമ്പോൾ മാത്രമാണ് ഈ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വെളിപ്പാട് നമ്മൾ കാണണം. പിതാവാം ദൈവം യേശുക്രിസ്തുവിനോടൊപ്പം നമ്മെയും ദൈവ മക്കളാക്കി മാറ്റി നമ്മളെ ദത്തുപുത്രന്മാരായിട്ട് അവിടുന്ന് വിലയ്ക്ക് വാങ്ങി. അത് എങ്ങനെയാണ്, എപ്രകാരമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ ആ രക്ഷാകര പ്രവൃത്തിയെ നമ്മൾ കാണണം. കാണുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ അനന്ത സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആ വലിപ്പം, ആ രക്ഷാകര പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് കാണിച്ചത്. ആ വലിയ സ്നേഹം, ആ വലിയ സ്നേഹം എവിടെയാണ് ദൈവം വെളിപ്പെടുത്തിയത്? ക്രൂശിൽ. ക്രൂശിൽ ക്രൂശിലാണ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ക്രൂശിലെ പ്രവൃത്തി അത് യേശുവിന് മാത്രം, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയായിരുന്നു അത്. ലോക ചരിത്രത്തിൽ അനേകം മത നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ എല്ലാം ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അവരുടേതായ വ്യക്തിമുദ്ര അവർ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യേശു ചെയ്ത പ്രവൃത്തി യേശുവിനല്ലാതെ ചരിത്രത്തിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. കാരണം അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് കാണണം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ആ ക്രൂശുമരണത്തിലൂടെ ജീവിതം, യേശു തൻ്റെ ജീവനെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ രക്ഷാകര പ്രവൃത്തിയിലൂടെ ആണ്
ജാരസന്തതികളായിരുന്ന, അടിമകളായിരുന്ന, പിശാചിന്റെ മക്കളായിരുന്ന നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോഴിയെ ഒരു കോഴിച്ചന്തയിൽ പോയി നമ്മൾ കോഴിയെ വാങ്ങുകയാണ്. 1 കിലോ കോഴി 110 രൂപ. അപ്പോൾ 2 കിലോ ഉള്ള കോഴി വാങ്ങുമ്പോൾ 220 രൂപ. അപ്പോൾ കോഴിയെ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നു. 220 രൂപ കൊടുത്ത് ഒരു കോഴിയെ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ കോഴിയുടെ വില എത്രയാണ്? 220 രൂപ. അപ്പോൾ 220 രൂപ കൊടുത്തിട്ടാണ് കോഴിയെ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നത്. അപ്പോൾ കോഴിയുടെ വില 220 രൂപയാണ്. ബൈബിൾ പറയുന്നു നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഞാനും നിങ്ങളും മനുഷ്യവർഗം മുഴുവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്തു വിലയാണ്? ആർക്കാണ് വില കൊടുത്തത്? ആരാണ് വില കൊടുത്തത്? എന്താണ് ആ വില? ആർക്കാണ് വില കൊടുത്തത്? ആരാണ് കൊടുത്തത്? ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രശസ്തമാണ്. സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. അപ്പോൾ നമ്മൾ പാപം ചെയ്തതുകൊണ്ട് നമ്മെ ആരാണോ പാപം ചെയ്യിപ്പിച്ചത്, ആരാ? സാത്താൻ. അപ്പോൾ സാത്താൻ്റെ അടിമയാണ്. നുണ പറയുന്നവൻ്റെ അപ്പൻ ആരാ? നുണ പറയുന്നവൻ്റെ അപ്പൻ പിശാചാണ്. പിശാചിൻ്റെ മക്കൾ നുണ പറയുന്നു. അപ്പോൾ പാപം ചെയ്യുന്നവൻ്റെ അപ്പൻ ആരാണ്? പിശാചാണ്. അപ്പോൾ സാത്താൻ്റെ മക്കളായിരുന്ന, സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് നമ്മളെ പിതാവാം ദൈവം പിശാച് ചോദിച്ച മോചനദ്രവ്യം കൊടുത്തു. വില കൊടുത്ത് അവൻ ആവശ്യപ്പെട്ട, പിശാച് ആവശ്യപ്പെട്ട വില കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്താണ് ദൈവം കൊടുത്ത വില? അത് യേശുക്രിസ്തുവാണ്. നമ്മളെ സ്വന്തമാക്കുവാൻ പിതാവാം ദൈവം കൊടുത്ത വില, സ്വപുത്രനെ, ഏകജാതനെ കൊടുത്തിട്ട്, പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി. നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുന്നത്. വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും സ്വന്തമാക്കുക. വീണ്ടും സ്വന്തമാക്കുന്നതിനെയാണ് വീണ്ടെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് പാപം ചെയ്യുന്നതിന് മുമ്പ്, ആദിമ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മക്കളായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പാപം ചെയ്തതുവഴി ആ സ്ഥാനം അവരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. സാത്താൻ്റെ മക്കളായി മാറി. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആദാമിൻ്റെ മക്കളെ, നമ്മെ ഓരോരുത്തരെയും പിതാവാം ദൈവം വീണ്ടും സ്വന്തമാക്കുവാൻ, മക്കളെന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാൻ പിതാവായ ദൈവം കൊടുത്ത വില, സ്വപുത്രനെ, യേശുവിനെ, കറയോ കളങ്കമോ ഇല്ലാത്ത, 1 പത്രോസ് 1:19 പറയുകയാണ്, ഇതാ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്തത്രേ നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയത്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ് മക്കളെ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിനി വിലയില്ലാത്തവരാണെന്ന് പറയരുത്. നമ്മൾ വിലയില്ലാത്തവരാണെന്ന് പറയരുത്. എന്നെ ഒന്നിനും കൊള്ളിയേല എന്ന് പറയരുത്. ഞാൻ വെറുക്കപ്പെട്ടവനാണെന്ന് പറയരുത്. ആർക്കും എന്നെ വേണ്ട, ഞാൻ വേണ്ടാത്തവനാണ് എന്ന് പറയരുത്. മനസ്സിലായോ? അങ്ങനെ നിന്നെക്കൂടെ ഉറപ്പിക്കുന്ന ഇപ്പോഴും സാത്താൻ്റെ ചിന്തകളാണ്. യു ആർ എ പ്രഷ്യസ് ചൈൽഡ്. ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് എഫ്രായിമിനോട് ദൈവം പറഞ്ഞത്, ജെറമിയ 31:20, എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുകയാണ്.
നമ്മൾ ദൈവത്തിൻ്റെ വിലപ്പെട്ടവർ. എത്രത്തോളം വിലപ്പെട്ടവർ? യേശുവിനോളം വിലപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, യേശുവിനെ ദൈവം എങ്ങനെ കാണുന്നു അതുപോലെയാണ് വീണ്ടെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും ദൈവം കാണുന്നത്. കാരണം യേശുവിനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ യേശുവിനോളം വില. പ്രൈസ് ദി ലോർഡ്. യേശു മൂത്ത പുത്രൻ, ആദ്യജാതൻ. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ട, ദത്തെടുക്കപ്പെട്ട ആ വീട്ടിലേക്ക്, സ്വർഗീയ ഭവനമാകുന്ന, ദൈവഭവനമാകുന്ന ആ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട മക്കളാണ് നമ്മളെല്ലാം. ദത്തെടുത്തവർക്കും ആ കുടുംബത്തിലെ എല്ലാ അവകാശമുണ്ട്. ആ അപ്പനെ അപ്പാന്ന് വിളിക്കാം, മനസ്സിലായോ? ആ അമ്മേനെ അമ്മയാന്ന് വിളിക്കാം. ആ കുടുംബത്തിൽ എന്തെല്ലാം അവകാശമുണ്ട്, ആ അവകാശങ്ങളെല്ലാം ആ വ്യക്തികൾക്ക് അവകാശപ്പെട്ട, ആ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് കാണണം നമ്മൾ. ഈ വെളിപ്പാട് നമുക്ക് കിട്ടണം, ഈ ദർശനം നമുക്ക് കിട്ടണം. ഈ സ്നേഹം അപ്പോഴാണ് നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ധൂർത്തപുത്രനെ നോക്കുക. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ വെച്ച്, ആ പന്നിക്കുഴിയിൽ വെച്ച് പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടാതെയായി. പന്നിക്ക് കൊടുത്തിരുന്ന തവിടെങ്കിലും കിട്ടുവാൻ, അത് കഴിച്ചെങ്കിലും വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. ആഗ്രഹിച്ചതേ ഉള്ളൂ, മനസ്സിലായോ? അത് ആഗ്രഹം കൊണ്ട് നിന്നു, അവന് കിട്ടിയില്ല. ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പന്നിയേക്കാളും നിലവാരം താന്നു. പന്നിക്ക് തന്നെ 3 നേരം ആഹാരം കിട്ടുന്നുണ്ട്, യവന് അതും കൂടെ ഇല്ല. അപ്പോൾ പന്നിയേക്കാളും താഴ്ന്ന നിലവാരത്തിലേക്ക് വന്നു. അപ്പോൾ ഒന്നും കിട്ടാത്ത, പന്നിയേക്കാളും നിലവാരം താഴ്ന്ന അവസ്ഥയിലേക്ക് എത്രമാത്രം അധപ്പതിക്കാവൂ അത്രയും അധപ്പതനത്തിലോട്ട് വന്നപ്പോൾ, അപ്പോൾ അവന് സുബോധമുണ്ടായി. ചിലർക്ക് സുബോധം ഉണ്ടാകുമ്പോൾ, സുബോധം ഉണ്ടാകണമെങ്കിൽ ഈ അവസ്ഥയിലോട്ട് വരണം. ഇന്നും ചിലർക്ക് കയ്യിൽ എന്തെങ്കിലുമൊക്കെ നിറച്ചുണ്ടെങ്കിൽ സുബോധം ഉണ്ടാകുകയില്ല, ദൈവത്തെ ഓർക്കുകയില്ല. അപ്പോൾ ഇവന് സുബോധം ഉണ്ടായത് അപ്പോഴാണ്. സുബോധം ഉണ്ടായി. എന്താ സുബോധം ഉണ്ടായത്? അപ്പനെക്കുറിച്ചുള്ള ഓർമ്മ, തൻ്റെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മ. കണ്ടോ? അവൻ അവിടെ വെച്ച് ഒരു തീരുമാനം എടുത്ത്, ഞാൻ അപ്പൻ്റെ അടുത്തോട്ട് പോകും. ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്കറിയാം. എന്തായാലും അവൻ തിരിച്ച് വീട്ടോട്ട് ചെല്ലുകയാണ്. വീട്ടോട് ചെന്നപ്പോൾ തന്നെ ദൂരെ വെച്ച് തന്നെ ഈ അപ്പൻ മകനെ കണ്ടു. അപ്പൻ ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് ഒരു പക്ഷേ ഈ മകനെ അപ്പന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവിടെ വഴിയെ നാട്ടുകാർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇറങ്ങിപ്പോയത് രാജകുമാരനെ പോലെയാണ്. രാജകുമാരനെ പോലെ ഇറങ്ങിപ്പോയതല്ല. പട്ട് വസ്ത്രങ്ങളിട്ട്, കയ്യും കാലും നിറച്ചു ആഭരണങ്ങൾ, കഴുത്ത് നിറച്ചു ആഭരണങ്ങളും ഒക്കെ ആയിട്ട്, നല്ല സ്കൂൾസ് കേസും ഷൂ ഒക്കെ ഇട്ട്, ചെരുപ്പൊക്കെ ധരിച്ച് അടിപൊളിയായിട്ടാണ് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മുഴുവൻ സ്വത്തുമായിട്ടല്ലേ പോകുന്നത്. നല്ല അഭിമാനത്തോടെ ഇറങ്ങിപ്പോയവനെ അപ്പോൾ നാട്ടുകാർ മുഴുവൻ ആ കാഴ്ചപ്പാടിൽ അവനെ കാണുകയുള്ളൂ. ഇപ്പോൾ ഭിക്ഷക്കാരനായിട്ട്, ഒരു ഭിക്ഷ യാചിക്കുന്നവനായിട്ട്, അതിനേക്കാളും താന്ന ഒരു നിലവാരത്തിൽ കീറിപ്പറഞ്ഞ, നാണം മറയ്ക്കാൻ മാത്രം ചെളി പിടിച്ച, കരി പിടിച്ച ഒരു വസ്ത്രമുണ്ട്. മുടിയെല്ലാം നീട്ടി വളർത്തി, മുഖമെല്ലാം കറുത്ത താടി മീശയും വന്ന്, ചെരുപ്പില്ല, കയ്യിലൊന്നുമില്ല, ചിലപ്പോൾ ഒരു പക്ഷേ പാണ്ടക്കെട്ട് കാണും. ഏക്കാലം വേച്ചും വീണും വന്നപ്പോൾ നാട്ടുകാർക്കോ വീട്ടിലുള്ള വേലക്കാർക്കോ ആർക്കും മനസ്സിലായില്ല. പക്ഷേ ദൂരെ വെച്ച് തന്നെ ഈ അപ്പന് ഈ മകനെ മനസ്സിലായി. കണ്ടോ? ഒരപ്പന് മക്കളെ അറിയാം, അതിൻ്റെ ഷേപ്പും അറിയാനും. ഇതാണ് പിതാവ് പുത്ര ബന്ധം, ഇതാണ് പിതാവിൻ്റെ സ്നേഹം. മടങ്ങി വരുന്ന മകനെ ഈ അപ്പൻ അറിയാം. ഈ അപ്പൻ ഓടി ചെല്ലുക മകൻ്റെ അടുത്തോട്ട്. എന്നാ ഇങ്ങോട്ട് വരട്ടെ,
മുറ്റത്തോട്ട് കയറി പെരക്കാത്തോട്ട് വരട്ടെ എന്ന് വിചാരിച്ചോ? ഈ അപ്പൻ തിണ്ണയിൽ നിന്ന് മുറ്റത്തോട്ടിറങ്ങി ഒരു പക്ഷേ ഗേറ്റ് തുറന്ന് ഗേറ്റിൻ്റെ പുറത്തോട്ടിറങ്ങി അങ്ങോട്ട് ഓടുക. അപ്പൻ ഓടുകയാണെന്നാണ് പറഞ്ഞത്. ദൂരെ വെച്ച് തന്നെ കണ്ടവനെ. എന്നിട്ട് അവൻ്റെ അടുക്കലോട്ട് അപ്പൻ ഓടുകയാണ്. ഇതാണ് സ്നേഹം. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ അടുക്കലേക്കും നീ നടന്നു വരുമ്പോൾ ദൈവം ഓടിയാണ് നിൻ്റെ അടുത്തോട്ട് വരുന്നത്. നീ നടന്നാ വരുന്നേ. ദൈവത്തെ സംശയിച്ച് ദൈവം സ്നേഹിക്കുവോ ക്ഷമിക്കുവോ എന്നുള്ള പലവിധ ചിന്തകളാൽ നീ വരുമ്പോൾ ദൈവം ഉണ്ടല്ലോ നിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഈ അപ്പനിതാ ഈ മകനെ കെട്ടിപ്പിടിച്ച് വാരിപ്പണെന്ന് തെരുതെരെ ചുംബിച്ച് ഉമ്മ കൊടുത്ത് വീട്ടിൽ സ്വീകരിച്ച് അവന് നഷ്ടപ്പെട്ടതെല്ലാം ഈ അപ്പൻ മകന് കൊടുക്കുകയാണ്. ആദ്യം കാലിൽ ചെരുപ്പണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മകനെന്ന പദവി കൊടുക്കുകയാണ്. രണ്ടാമത് മോതിരമണിയിക്കുന്നു, ഇത് അവകാശിയാണെന്നുള്ള അധികാരം അവന് കൊടുക്കുകയാണ്. 3, അവന് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ച് നീതീകരിച്ചു എന്നുള്ള അർത്ഥം വരുന്ന അവന് വസ്ത്രം ധരിപ്പിച്ച് ഉടനെ ബാല്യക്കാരോട് പറയുകയാണ്, വേഗം പിന്നാമ്പുറത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ആ മൂരിക്കുട്ടനെ, ആ കാളക്കുട്ടനെ വേഗം കൊന്ന് വേഗിച്ച് കൊണ്ടുവരിക. ഞങ്ങൾ തിന്ന് കുടിച്ച് ആസ്വദിക്കട്ടെ. കാരണം ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വലിയ സംഗീതമാണ്, നൃത്തമാണ്. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം മുറ്റത്ത് പോലും ആ പ്രദേശത്ത് പോലും കേട്ടു. കാരണം ഇവൻ്റെ ചേട്ടൻ വയലിൽ നിന്ന് വന്ന് വീടടുക്കാറായപ്പോൾ അവിടെ എങ്ങാണ്ട് നിന്ന് വേലക്കാരോട് ചോദിച്ചു, ഇവിടെ ഞാൻ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ എന്ന്. സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മകൻ്റെ മടങ്ങി വരവ് പ്രമാണിച്ച് ഈ അപ്പൻ ആ വീട്ടിൽ വലിയ സെലിബ്രേഷൻ നടത്തുകയാണ്. വീട്ടുകാരെ, നാട്ടുകാരെ, അയൽവക്കത്തുള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി വലിയൊരു സെലിബ്രേഷനാണ്. വലിയൊരു സന്തോഷത്താൽ അവർ തുള്ളിച്ചാടുകയാണ്. ഈ വീടിനകത്ത് വലിയ സന്തോഷത്താൽ ആ അപ്പനും മക്കളും എല്ലാം ആനന്ദിക്കുമ്പോൾ, എൻ്റെ മോനെ മടങ്ങി വന്ന നിനക്ക് വലിയൊരു സന്തോഷത്താൽ ഇവിടെ ആനന്ദിക്കാൻ നിനക്ക് പറ്റുന്നതിൻ്റെ ഒരു കാരണം എന്തറിയാവോ? ആ സമയത്ത് പിന്നാമ്പുറത്ത് ആ അടുക്കളയുടെ പുറകുവശത്ത് ഒരു മൂരിക്കുട്ടൻ അറക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, അവൻ്റെ കഴുത്തിൽ കത്തിവെച്ചു. ഹല്ലേലൂയ. ആ വീട്ടിൽ അപ്പൻ ഇതാ വളർത്തിക്കൊണ്ട് വന്ന ഒരു കാളക്കുട്ടനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് തോന്നുകയാണ് ഒരു 33 വയസ്സുള്ള ഒരു കാളക്കുട്ടൻ. ഈ കാളക്കുട്ടനെ കൈയും കാലും പിടിച്ചു കെട്ടി അതിൻ്റെ കഴുത്തിലോട്ട് വലിയ നീട്ടി കത്തി വെച്ചിട്ട് ഇത് അറക്കുകയാണ്. ആ കാളക്കുട്ടൻ ഇതാ പിടഞ്ഞ് നിലവിളിച്ച് എന്ന് പറഞ്ഞുകൂടെ നിലവിളിച്ച് ആ മൂരിക്കുട്ടൻ അവിടെ കൊല ചെയ്യപ്പെടുന്നു. വീണ്ടും അതിനെ മാംസങ്ങൾ അറുത്ത് കണ്ടിച്ചെടുത്ത് വേഗിച്ച് പാകം ചെയ്ത് ഇതാ ടേസ്റ്റോടുകൂടി ഇതാ ഈ സദ്യ നടത്തുന്നിടത്തോട്ട് കൊണ്ടിരിക്കുകയാണ്. അവർ ഇതെല്ലാം ഭക്ഷിച്ച് അവർ തൃപ്തരായ ആനന്ദ നൃത്തത്താൽ അവർ സന്തോഷിക്കുകയാണ്. ഇന്ന് ആ ഭവനത്തിൽ സന്തോഷിക്കുവാൻ വക നൽകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാവോ? അവിടെ ഒരു മൂരിക്കുട്ടൻ അറക്കപ്പെട്ടു. മരിച്ചവനായ പുത്രൻ അവൻ്റെ മടങ്ങി വരവ് പ്രമാണിച്ച് ഈ അപ്പൻ കൊന്നത് ഒരു മൂരിക്കുട്ടനെയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് യേശുവുമായിട്ട് നല്ലൊരു ബന്ധമില്ലേ? അവൻ്റെ കുരിശുമരണമായിട്ടൊരു ബന്ധമില്ലേ? നിന്റെ മടങ്ങി വരവിന് വേണ്ടി മൃതരായിരുന്ന നമ്മൾ, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ ഈ അപ്പന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മടങ്ങി വരവിന് വേണ്ടിയിട്ട് ആ മടങ്ങി വരവ് പ്രമാണിച്ച് പിതാവായ ദൈവം എന്ത് ചെയ്തു? തൻ്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടുവന്ന ഏകജാതനെ, ഏകപുത്രനെ, ആ യേശുക്രിസ്തുവിനെ, ആ മൂരിക്കുട്ടനെ കാൽവരി മലയിൽ അറക്കുവാൻ വേണ്ടി, മരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തില്ലേ? ഏൽപ്പിച്ചു കൊടുത്തില്ലേ? അവൻ്റെ കൈയും കാലും വലിച്ചു നീട്ടി ആണിയടിച്ചിട്ട് കുന്തം കൊണ്ട് കുത്തി അവൻ നിലവിളിച്ചില്ലേ കുരിശിൽ കിടന്നുകൊണ്ട്? ആർക്ക് വേണ്ടിയിട്ടാ? എനിക്കും നിനക്കും വേണ്ടി. ആ അപ്പന് നഷ്ടമായത്
ആ വീട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആ കാളക്കുട്ടനെ അപ്പന് നഷ്ടമായി. അവന് നഷ്ടപ്പെട്ടാലും എൻ്റെ ഒരു മകനെ, നഷ്ടപ്പെട്ടു പോയ മകനെ എനിക്ക് കിട്ടിയല്ലോ. ക്രൂശിൽ യേശു നിലവിളിച്ചില്ലേ? അതുവരെയും ഗസ്മനും തോട്ടം വരെ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തിൽ മുഴുവൻ യേശു ദൈവവുമായിട്ട് ഗാഢബന്ധം പുലർത്തിയ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് ഗാഢബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു യേശു. എന്നാൽ ഗസ്മനും തോട്ടം മുതൽ യേശു ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. ആ അപ്പൻ ഒരു മറുപടി കൊടുത്തില്ല. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ചെയ്ത യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുത്തില്ല. ദൈവം മറുപടി കൊടുത്തില്ല. ദൈവം ചെവി അടച്ചു, അല്ലെങ്കിൽ മാറി മുഖം തിരിച്ചു കളഞ്ഞു. യേശു എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ച് കാണും. അവസാനം ക്രൂശിൽ വെച്ചുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു കിട്ടുകയില്ല. സകലരാലും കൈവിട്ടപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നഗ്നനായി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ചാകാൻ നേരത്ത് യേശു ഉറക്കത്തിൽ വിളിച്ചു, എലീ എലീ ലമാ സബക്താനി, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ട് കളഞ്ഞു? ദൈവം പോലും തന്നെ കൈവിട്ടതുപോലെ യേശുവിന് തോന്നി, അനുഭവപ്പെട്ടു. ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള യേശു അന്ത്യ പ്രാർത്ഥന നിലവിളി പോലും ആ അപ്പൻ കേട്ടില്ല. ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയാ? എനിക്കും നിനക്കും വേണ്ടി, നമുക്കൊരോരുത്തർക്കും വേണ്ടിയിട്ട് തൻ്റെ സ്വപുത്രൻ്റെ നിലവിളി കൈയും കാലും ഇട്ടടിച്ച് തലതല്ലി കരഞ്ഞ് ശ്വാസം മുട്ടി നിലവിളിച്ച് ചാകുന്ന അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. എന്തിനാ? നമ്മെ അവൻ കണ്ടുപോകും. ദൈവം എന്തിനാ പുത്രനെ കൈവിട്ടത്? ഞാനിങ്ങനെ പറയാറുണ്ട്, പുത്രൻ്റെ മേൽ കൈപിടിച്ചുകൊണ്ടിരുന്ന അവന് പിതാവാം ദൈവം ഒരു നിമിഷം നമ്മളെ നോക്കിയപ്പോൾ നമ്മൾ നിത്യനാശത്തിലേക്ക് പോകുന്നത് പോലെ ആ അപ്പന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൻ എന്ത് ചെയ്തു? പുത്രൻ്റെ മേലുള്ള കൈ വിട്ടിട്ട് ആ കൈ കൊണ്ട് നമ്മളെ കയറി പിടിച്ചു. നശിച്ച് നരകത്തിലോട്ട് പോകുന്ന നമ്മെ ആ കൈ കൊണ്ട് കയറി പിടിച്ചു. പുത്രന്റെ മേലുള്ള കൈ വിട്ടു ദൈവം. അതെ, നമ്മെ സ്വന്തമാക്കാൻ, നമ്മളെ നിത്യ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നമ്മെ കയറി പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് പുത്രന്റെ മേലുള്ള കൈ ദൈവം കൈവിട്ടത്. മക്കളെ, അതാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹം, ക്രൂശിലെ ആ സ്നേഹം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ഇത് നമ്മൾ കാണണം. ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഈ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഈ സ്നേഹം, ദൈവം പോലും എന്നെ കൈവിട്ട് അല്ലേ? ചരിത്രത്തിൽ യേശു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പലപ്പോഴും, ചിലപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ദൈവം എന്നെ കൈവിട്ടെന്ന്. പ്രത്യേകിച്ച് സ്ത്രീകളോ അമ്മച്ചിമാരോ, ദൈവം എന്നെ കൈവിട്ടു, ദൈവം പോലും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് വെറുതെയാണ്. പറഞ്ഞത് ശരിയാണ്, പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ല. ദൈവം ഒരിക്കലും ആരെയും കൈവിട്ടിട്ടില്ല. പിന്നെയോ കൈവിട്ടത് ഒറ്റയാളെ മാത്രം, യേശുവിനെ കൈവിട്ടത് എന്തിനാ? മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് നമ്മളെ കയറി പിടിക്കാനാ, നമ്മളെ സ്വന്തമാക്കാനാ, നമുക്ക് നിത്യജീവൻ തരാനാ, മക്കളെന്ന പദവി നൽകാനാ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്ന് ആ ഭവനത്തിലെ ഒരു മകനാക്കി മാറ്റാനാ. ആ ദാസ്യനെങ്കിലും ആയാൽ മതിയെന്നാണ് ഈ ദൂതപുത്രൻ പന്നിക്കുട്ടി വെച്ച് ആഗ്രഹിച്ചത്. ആ വീട്ടിലെ ഒരു ദാസ്യ വേലക്കാരനെങ്കിലും ആക്കി, അപ്പാ എന്നെ സ്വീകരിക്കണമേ. ദാസ്യ വേലക്കാരനാകാൻ ആഗ്രഹിച്ചു വന്ന മകനെ ഈ അപ്പൻ എന്താ ഇത്? മകനെന്ന പദവിയാ നൽകിയത്. മകനെന്ന പദവി, മക്കളെന്ന പദവി തിരിച്ചു കൊടുത്തുകൊണ്ടാണ് അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചത്. അതാണ്
പ്രിയമുള്ളവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെ തന്നെ എന്ന് ബൈബിൾ, അങ്ങനെ തന്നെ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതങ്ങനെ തന്നെ. ഞാൻ എഴുതിയതുപോലെ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവ പൈതലാ. ഇത് കാണണം. കണ്ടാലും ഇത് കാണണം. ഇത് കാണുന്നവർക്ക് ആ മകനെന്ന പദവിയിൽ അതനുഭവിച്ചുകൊണ്ട് ജീവിതം യേശുവിനായി സമർപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം, യേശുവിനോടൊപ്പമുള്ള, അപ്പനായിരിക്കുന്ന ദൈവത്തോടൊപ്പമുള്ള ആ കുടുംബമാകുന്ന ആ സ്വർഗഭവനത്തിൽ, സഭയിൽ ഒരംഗമായിട്ട് ഒരു ജീവിതം എൻജോയ് ചെയ്യുവാൻ, അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ കൃപയെ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കരമുയർത്തി ശക്തിയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവാം ദൈവമേ, യേശുക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഈ മക്കളുടെ മേൽ ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമാഞ്ചി 5 വചനത്തിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ അളവറ്റ വലുപ്പം ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇവിടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. ഇവിടെ ഹൃദയങ്ങളെ തുറക്കണമേ. അട്ടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ബുദ്ധിയിലെ അന്ധകാരങ്ങൾ മാറട്ടെ. ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവർ കാണട്ടെ അപ്പാ നിന്റെ സ്നേഹം അനുഭവിക്കട്ടെ. എല്ലാ മക്കളിലേക്കും ദൈവസ്നേഹത്തിന് അനുഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ അവരെ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തത്താൽ കോട്ട കെട്ടുന്നു. ഭാരങ്ങൾ, ദുഃഖങ്ങൾ മാറട്ടെ. ഏകാന്തത മാറട്ടെ. നിരാശ, സങ്കടങ്ങൾ മാറട്ടെ. കുറ്റബോധങ്ങൾ മാറട്ടെ. ദൈവസ്നേഹത്താൽ ഇവർ നിറയപ്പെടട്ടെ, നയിക്കപ്പെടട്ടെ. അഭിഷേകം മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. രാത്രിഘടനായ സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Jesus loves you. Amen. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.